ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൺ വെൽത്ത്. കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. പേഴ്സണലി കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയി പോയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഇനി അങ്ങോട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹൗ ടു സ്റ്റാർട്ട് യുവർ ക്രിപ്റ്റോ ജേണി. ഈ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് രണ്ട് മെയിൻ റീസൺ ആണുള്ളത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അറിയാത്തത് കൊണ്ട് മാത്രം ക്രിപ്റ്റോ ട്രൈ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓൾറെഡി ക്രിപ്റ്റോ കറൻസി ബൈ ചെയ്തിട്ടുള്ളവരും ട്രേഡ് ചെയ്യുന്നതായിട്ടുള്ളവരും ഒന്നും ഈ വീഡിയോ കാണണമെന്നില്ല. ഇത് എക്സാക്ട്ലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ, ഞാനിങ്ങനെ ഫണ്ട് നിനക്ക് അയച്ചു തരാം, നീ ഇൻവെസ്റ്റ് ചെയ്യാമോ ക്രിപ്റ്റോയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യമുണ്ട്. ബട്ട് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നറിയാത്തതുകൊണ്ട് മാത്രം ചെയ്യാതിരിക്കുന്നവരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, ക്രിപ്റ്റോ കറൻസിക്ക് ഏറ്റവും കൂടുതൽ അഡോപ്ഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വർഷങ്ങളാണ് 2024-25. അപ്പോൾ ക്രിപ്റ്റോ സ്പേസിൽ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർഷമായിട്ടാണ് 2025 ക്രിപ്റ്റോ വേൾഡ് കണക്കാക്കുന്നത്. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നെങ്കിൽ 10 വർഷം മുമ്പേ ചെയ്യണമായിരുന്നു എന്നൊക്കെയുള്ള ചിന്തകളുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും മാറി ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് 2025. ക്രിപ്റ്റോ ജേണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റേബിൾ കോയിൻ എന്താണെന്നുള്ളതാണ്. സ്റ്റേബിൾ കോയിൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള കോയിനാണത്. സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത് ഒരു US$ ഇക്വലന്റ് ആയിരിക്കും. നമ്മുടെ ബിറ്റ് കോയിനും ഇഥീറിയം ഒക്കെ പോലെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കത്തില്ല ഈ ഒരു സ്റ്റേബിൾ കോയിൻ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ നമ്മൾ കൊമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ കറൻസിയായ ഇന്ത്യൻ റുപ്പിയാണ്. അതുപോലെ തന്നെ ക്രിപ്റ്റോ വേൾഡിൽ നമ്മൾ ക്രിപ്റ്റോ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കറൻസിയാണ് സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത്. സ്റ്റേബിൾ കോയിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് USDT എന്ന് പറയുന്നത്. ടെതർ എന്ന് പറയുന്ന കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി സ്റ്റേബിൾ കോയിൻ ആണ് USDT എന്ന് പറയുന്നത്. ടെതർ $, എന്നാണ് ഇതിന് പറയുന്നത്. ടെതർ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ USDTയും $1 അവർ റിസർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു USDTക്ക് ഒരു $1 സെയിം വാല്യൂ തന്നെ വരുന്നത്. അപ്പോൾ നമ്മളുടെ ജേണിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ ഇന്ത്യൻ റുപ്പിയായ നമ്മളുടെ കറൻസിയെ ഒരു സ്റ്റേബിൾ കോയിനിലേക്ക് കൺവെർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഈ സ്റ്റേബിൾ കോയിൻ എങ്ങനെ വാങ്ങണം എന്നാണ്. ബൈയിങ് എ സ്റ്റേബിൾ കോയിൻ ഇൻ ഇന്ത്യ. USDT പർച്ചേസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പക്ഷെ നമുക്ക് ആ ഒരു ടെതർ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് USDT പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ പർച്ചേസുകൾ നമ്മുടെ ബാങ്ക് റെസ്ട്രിക്റ്റ് ചെയ്യും. പിന്നെ നമ്മളുടെ ആ ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആരും ഡയറക്റ്റായിട്ട് ക്രിപ്റ്റോ പർച്ചേസ് ചെയ്യാറില്ല. പകരം P2P മെത്തേഡ് ഉപയോഗിച്ചാണ് ക്രിപ്റ്റോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളായ ബിനാൻസ്, ബിങ്നെക്സ്, വാസറക്സ്, OKX, ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളിലെല്ലാം P2P ട്രേഡിംഗ് അവൈലബിൾ ആണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ബിങ്നെക്സ് ആണ്. ബിങ്നെക്സിൽ P2P ട്രേഡ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോൾ ചെറിയൊരു ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. ബിങ്നെക്സിൽ എങ്ങനെ അക്കൗണ്ട് എടുക്കുക എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതറിയാത്തവർ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ബിങ്നെക്സിൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം P2P ട്രേഡിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ബിങ്നെക്സിൽ അക്കൗണ്ട് എടുത്തതിന് ശേഷം ഈ ഒരു ഹോം പേജിൽ വരുമ്പോൾ നമുക്ക് ബൈ ക്രിപ്റ്റോ എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിന് താഴെ നമുക്ക് P2P ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. P2P ട്രേഡിങ്ങിന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ബൈ സെൽ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാം. അതിനുശേഷം ഇവിടെ കറൻസി സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ INR സെറ്റ് ചെയ്ത് കൊടുക്കുക. INR സെറ്റ് ചെയ്തതിന് ശേഷം എത്ര എമൗണ്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 500 റുപ്പീസിനാണ് USDT ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 500 എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാം ഒരു ലിസ്റ്റ് ഇവിടെ വരും. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഒരു പ്രൈസ് നമ്മൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് ചേഞ്ച് ആണ് നമ്മളുടെ സ്റ്റേബിൾ കോയിൻ പർച്ചേസിലെ ഒരു ഹിഡൻ ഫീസ് എന്ന് പറയുന്നത്. USDT നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് $, എത്രയാണോ വാല്യൂ വരുന്നത് അതേ ഒരു പ്രൈസ് തന്നെയായിരിക്കും USDTക്കും വരുന്നത്. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് P2P ട്രേഡിംഗ് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ശരിക്കുള്ള USDTയുടെ പ്രൈസിനേക്കാളും ഒരു 5-6 രൂപ അധികം കൊടുക്കേണ്ടി വരും P2P ട്രേഡ് ചെയ്യുമ്പോൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു 50,000 റുപ്പീസിന് USDT ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എറൗണ്ട് ഒരു 5,000 നിങ്ങൾക്ക് ഒരു ഹിഡൻ ഫീസ് പോകും. അപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു P2P ട്രേഡിംഗ് എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എപ്പോഴാണോ ആൾക്കാർ വിൽക്കുന്നത് ആ ഒരു സമയം നോക്കിയിട്ട് USDT പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വാട്ട് ടു ഡു ആഫ്റ്റർ ബൈയിങ് USDT. അപ്പോൾ നിങ്ങളൊരു സ്റ്റേബിൾ കോയിൻ പർച്ചേസ് ചെയ്തു, USDT ആണ് പർച്ചേസ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ട്രേഡ് ചെയ്യാനുമായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ബിറ്റ് കോയിൻ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ സ്പോട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ വരുന്ന കാണാം.
ഇതിൽ നമുക്ക് സ്പോട്ട് എന്ന് കാണാം. സ്പോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം BTC/USDT എന്ന് കൊടുത്തേക്കുന്നത് കാണാം. സിംപ്ലി പറഞ്ഞാൽ USDT കൊടുത്ത് BTC വാങ്ങാനുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ബിറ്റ്കോയിൻ 114Kയിലാണുള്ളത്. ഇപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ ബൈ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ USDT കൊടുക്കുക, BTC വാങ്ങുക. ഇവിടെ ബൈ ഓപ്ഷൻ ഉണ്ട്. ബൈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ USDT എത്രയാണോ നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബൈ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും USDT കൊടുത്ത് നമ്മൾ BTC വാങ്ങുന്നതാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ക്രിപ്റ്റോ ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വീഡിയോസും ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസാണ്. ഡു യുവർ ഓൺ റിസർച്ച് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വൺ വെൽത്തിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.